പക്ഷേ ഏറ്റവും പുതിയ ഇറാൻ റിപ്പോർട്ട്, ഇറാനിൽ ഉള്ള എല്ലാ അമേരിക്കൻ പൗരന്മാരും ഇറാൻ വിടണം എന്ന് അമേരിക്ക ഉത്തരവായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒഴിയണം എന്ന് ആവശ്യപ്പെടുന്നത് വല്ലാത്ത ഒരു ആക്രമണം സാധ്യതയൊക്കെ ഉള്ളപ്പോഴാണ് ആവശ്യപ്പെടുക. പല രാജ്യങ്ങളും അഡ്വൈസറി അവരുടെ രാജ്യത്ത് നിന്നുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, സൂക്ഷിക്കണം, ഇറാനിൽ നിന്ന് പോകണം എന്നൊക്കെ. ഇത് എംബസി ഉദ്യോഗസ്ഥർ മാറണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ചെറുതായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. എല്ലാ അമേരിക്കൻ പൗരന്മാരും ഒഴിയണം എന്ന് പറയുമ്പോൾ അമേരിക്ക ഒരു ആക്രമണത്തിന് ഇറാനിൽ തയ്യാറെടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം സൈനിക നടപടി ഉൾപ്പെടെ എല്ലാ ഓപ്ഷൻസും പരിശോധിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് വക്താക്കൾ പറയുന്നുണ്ട്. കരോൺ ലേവിറ്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം 2403 പേര് അവിടുത്തെ തെരുവുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും അവസാനത്തെ സംഖ്യ. 2403 പേര്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇറാൻ റിയാലിൻ്റെ വിലയൊക്കെ വല്ലാതെ പോകുന്നു. 42,000 രൂപ, ഒരു ഡോളറിന് 42,000 റിയാൽ. ബ്ലാക്കിലാണെങ്കിൽ അത് 1,00,000 ചില്ലുവാനും റിയാലും ഒക്കെ വരും. അപ്പം ഇതിൻ്റെ അകത്ത് 1979 ശേഷം ഒരു വിപ്ലവ സാഹചര്യം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. റേസ പഹലവി, ഷായുടെ മകൻ, അമേരിക്കയിലിരുന്ന് ഏറ്റവും ഒടുവിൽ പട്ടാളത്തോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു, പട്ടാളം ഈ പ്രക്ഷോഭകരുടെ കൂടെ ചേരണം എന്ന്. അതാണ് ആ അവസാനത്തെ പടിയായിട്ട് ഞാനും കരുതുന്നത്. പട്ടാളം ആ പ്രക്ഷോഭകരുടെ കൂടെ IRGC ചേരുന്നതോടുകൂടി അത് പൂർണ്ണമാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഖമനയും 20 അംഗ സംഘവും റഷ്യയിലേക്ക് പലായനം ചെയ്യാൻ തയ്യാറായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണെന്നുള്ള വിവരവും ഉണ്ട്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഖമനയി മാറിയാൽ ആരൊക്കെയാണ് വരാൻ സാധ്യത എന്നുള്ള കാര്യം കൂടി ചർച്ച വന്നിട്ടുണ്ട്. നമ്മൾ റീസ പഹലവിയെ പറ്റി നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. റീസ പഹലവി മകൻ, ഷായുടെ മകൻ, 17-ാമത്തെ വയസ്സിൽ യുദ്ധവിമാനം പറത്താൻ പരിശീലനത്തിന് അമേരിക്കയിലേക്ക് പോയതാണ്. അത് 1978. 79 വിപ്ലവം നടന്നു. 40 കൊല്ലമായിട്ട് അദ്ദേഹം അമേരിക്കയിലാണ്. പിന്നെ തിരിച്ചു വരേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇനി ഖമനയി പോയാൽ ഭരണകൂടം നയിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്ന് റീസ പഹലവി തന്നെ, ഷായുടെ മകൻ. 1941 മുതൽ 1979 വരെ മുഹമ്മദ് ഷാ അവിടെ ഭരിച്ചിരുന്നു. പിന്നെ പഹലവിക്ക് ഇപ്പോൾ മകന് 65 വയസ്സുണ്ട് അമേരിക്കയിൽ. ജനുവരി 8-ാം തീയതി അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ ആഹ്വാനം ചെയ്ത് തുടങ്ങിയതാണ്. എല്ലാവരും വീട്ടിൽ നിന്നോ തെരുവിൽ നിന്നോ രാത്രി 8 മണിക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കണം എന്ന് ആദ്യം ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഇത് ടെഹ്റാൻ, മഷാക്ക്, ഇസ്ഫഹാൻ, അഹ്വാസ്, താബ്രിസ് എല്ലായിടത്തും പ്രക്ഷോഭങ്ങൾ പരന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ട്രാൻസിഷൻ ലീഡർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൽക്കാലം അവിടെ ഭരണ ചുമതല എടുത്തിട്ട് തെരഞ്ഞെടുപ്പൊക്കെ നടത്തി ഒരു ഭരണകൂടം വരുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിലാണ് പറയുന്നത്, ഞാനൊരു താൽക്കാലിക നേതാവ് മാത്രമായിരിക്കും, എനിക്ക് അധികാരമൊന്നും വേണ്ട, അവിടുത്തെ ജനാധിപത്യ ശക്തിയെ ഐക്യപ്പെടുത്തുക, പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സ്വതന്ത്രമായി അവിടുത്തെ ജനങ്ങൾ അവർക്ക് വേണ്ട ആളെ തിരഞ്ഞെടുത്തോട്ടെ. ഒരു മാന്യമായ നിലപാടാണത്. രണ്ടാമത് അവിടെ ഭരണമേൽക്കാൻ സാധ്യതയുള്ള ആളുടെ പേര് ഹസൻ റുഹാനി. മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ. 2013 മുതൽ 2021 വരെ റുഹാനി പ്രസിഡന്റ് ആയിരുന്നു. പടിഞ്ഞാറൻ ശക്തികളൊക്കെ ആയിട്ട് ചേർന്ന് അനഭിമതനാണ്, ചേർന്ന് പോകുന്ന ആളാണ്. 2013 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച ആളാണ്. ഭരണകൂടം ഇദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോഴും ചോർത്തുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു വിമതനായിട്ടാണ്
ഖമനേയി ഭരണകൂടം കാണുന്നത്. മൂന്നാമത്തെ ആള് നയതന്ത്രജ്ഞൻ സയ്യദ് ഹുസൈൻ മുസാവിയാൻ ആണ്. മുസാവിയാൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഇറാന്റെ സ്ഥാനപതിയായിരുന്നു 1990 മുതൽ 97 വരെ. ഈ മുസാവിയാൻ ഹഷേമി റഫ്സൻജാനി പ്രസിഡന്റ് ആയിരുന്നപ്പോഴായിരുന്നു ജർമ്മനിയിൽ സ്ഥാനപതിയായിരുന്നത്. യൂറോപ്പുമായി ആണവ സഹകരണം ഒക്കെ നടത്തുന്നതിൻ്റെ വക്താവായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ആണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രോഗ്രാം ഓൺ സയൻസ് ആൻഡ് ഗ്ലോബൽ സെക്യൂരിറ്റി അതിൻ്റെ ന്യൂക്ലിയർ പോളിസി സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. സയന്റിസ്റ്റ് ആണോ? സയന്റിസ്റ്റ് ഒന്നുമല്ല, അദ്ദേഹം നയതന്ത്രജ്ഞനാണ്. ആ പോളിസി പറയുന്നത് ആണവ പോളിസി പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അതൊക്കെ സംസാരിക്കുന്ന വകുപ്പിൻ്റെ ഒരു അധ്യക്ഷനായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം. പിന്നെ നാലാമത്തത് ഈ മുജാഹിദ്ദീൻ ഇ ഖൽഖ് എന്ന് പറഞ്ഞ സംഘടനയുടെ പേരാണ് പറയുന്നത്. അത് മറിയം രാജ്വിയുടെ പ്രതിപക്ഷ പ്രസ്ഥാനമാണത് എന്ന് പറഞ്ഞാൽ മറിയം രാജ്വി. അതെ. അപ്പോൾ പുറത്തു നിന്നല്ല നേതാവ് വരേണ്ടത്, പാശ്ചാത്യ മൂലധനത്തിൻ്റെ ആളുകളും അല്ല വരേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം ആണത്. അപ്പോൾ ഇത് ഒരു താൽക്കാലിക സർക്കാർ വരിക, ആ സർക്കാർ പുതിയ ഭരണഘടന ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഈ പ്രസ്ഥാനം കരുതുന്നത്. കുർദിസ്ഥാന് സ്വയംഭരണം കൊടുക്കണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. ലിംഗസമത്വം, മതേതരത്വം ഇതൊക്കെ ആ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ പട്ടാള ഭരണകൂടം വരാം എന്നൊരു സാധ്യത ഉടനെ കിടപ്പുണ്ട്. കാരണം IRGC പട്ടാള ജനറൽമാരുടെ ഒരു അട്ടിമറി തള്ളിക്കളയാൻ പറ്റില്ല എന്നും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഖമനേയി പറഞ്ഞിട്ടുണ്ട് ഈ പ്രക്ഷോഭകരൊക്കെ അമേരിക്കയുടെ കൂലിപ്പട്ടാളമാണ്. ജനങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്, അമേരിക്കയുടെ കൂലിപ്പട്ടാളെന്ന്. അപ്പോൾ ഇറാൻ ലണ്ടൻ എംബസിയിൽ നിന്ന് ആളുകളെയൊക്കെ നീക്കുന്നുണ്ട്. ലണ്ടനിലെ എംബസിയിൽ ആരും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ച കൊണ്ട് ഇനി ഗുണമൊന്നുമില്ല എന്ന് ട്രംപിന് ഉപദേശിച്ചിട്ടുണ്ട് റേസ പഹ്ലവി, ഷായുടെ മകൻ. ഇനി ചർച്ചയ്ക്കൊന്നും നിൽക്കേണ്ടതില്ല, ഇറാൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ ഏത് നേരത്തും അതാണ്. ഇറാനിലെ ഒരു ചരിത്രം ആവർത്തിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമ്മളിതിൽ കാണേണ്ടത്. ഒന്ന്, ആയത്തുള്ള ഖുമൈനി പുറത്തിരുന്നുകൊണ്ടാണ് അവിടെ വിപ്ലവം ഉണ്ടാക്കിയത് 79. ഇപ്പോൾ റിസ പഹ്ലവി അതുപോലെ പുറത്തിരുന്നുകൊണ്ട് ഇറാനിലെ പുതിയ വിപ്ലവത്തെ, പ്രതിവിപ്ലവത്തെ നയിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അതൊരു ആവർത്തനം തന്നെയാണ്. വേറൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മതം കൊണ്ട് അന്നമുണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ മുദ്രാവാക്യം. മതം കൊണ്ട് മനുഷ്യൻ്റെ വയറ് നിറക്കാൻ കഴിയില്ലല്ലോ. സത്യത്തിൽ നല്ല റിസോഴ്സ് ഉള്ള, ലോകത്തിലെ ഏറ്റവും നല്ല എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യത്തെ ഭാവനാപൂർണമായും ജനാധിപത്യപരമായും വിഭാവന ചെയ്തിരുന്നെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് തന്നെ അവർക്ക് സംതൃപ്തമായ ഒരു ജനതയെ കെട്ടിപ്പടുക്കാമായിരുന്നു. അവരാകെ പറഞ്ഞ ന്യായം അമേരിക്കൻ വിരുദ്ധത മാത്രമായിരുന്നു. ഷാ പഹ്ലവി അവിടെ 40 കൊല്ലം ഭരിച്ചിട്ടും വേറെ കലാപം ഉണ്ടാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പട്ടിണിയോ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ ആയിരുന്നില്ലല്ലോ പ്രശ്നം, മതമായിരുന്നു അവരുടെ പ്രശ്നം. ഇയാൾ ഈ പാശ്ചാത്യ പക്ഷപാതിയാണ്, പാശ്ചാത്യ ജീവിത സ്റ്റൈല് ഉണ്ട്, പാശ്ചാത്യ ജീവിതക്രമം ഇറാനിൽ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെയായിരുന്നു ആക്ഷേപം. എന്ന് പറഞ്ഞാൽ മതമായിരുന്നു അടിത്തറ. മതം പറഞ്ഞാണ് കലാപം ഉണ്ടാക്കിയത്. പക്ഷേ 79 തൊട്ട് ഇപ്പൊ എത്രയായി, 45 കൊല്ലം കഴിഞ്ഞു. ജനാധിപത്യവും പിടിച്ചില്ല, മതേതരത്വവും പിടിച്ചില്ല, ഒട്ടും ഉണ്ടായില്ല. അതായിരുന്നല്ലോ തർക്കം. ഇപ്പോ കഴിഞ്ഞ 79 കൊല്ലമായിട്ട് ഇറാനകത്ത് നടക്കുന്ന കലാപങ്ങളിൽ, ചെറുതും വലുതുമായ വലിയ പ്രക്ഷോഭങ്ങളിൽ, വലിയ ആത്മാഹുതികളിൽ, ഒറ്റപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരുടെ പോരാട്ടങ്ങളിൽ പലതും പുറത്തു വരാത്തതുകൊണ്ടല്ലേ സാറേ? ഇപ്പോൾ സത്യം സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതുവരെയുള്ള കലാപത്തിൽ, ഇറാനിലെ ഏറ്റവും പുതിയ കലാപത്തിൽ 2400 എങ്ങനെ വിശ്വസിക്കാനാണ്? ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ടിയാനൻമെൻ സ്ക്വയറിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുപോലെ, ഇറാന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ പോലെ തന്നെ കടുത്ത ഇരുമ്പുമറയുള്ള ഒരു ഷിയ ഭീകര ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിൽ നിന്ന് 2000 പേര് മരിച്ചു എന്ന് പറയുന്നു. 31 പ്രവിശ്യകളിൽ, നമ്മുടെ സ്റ്റേറ്റുകളിൽ വ്യാപകമായി കലാപം നടന്നിട്ട്
അത് 2000 ആയിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പൊ ഇറാൻ എറിഞ്ഞു തരുന്ന കണക്കേ നമുക്ക് ഇപ്പൊ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് എന്തുമാത്രം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭകരെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൈനിക നടപടി ആസന്നമാണെന്ന് പറയുന്നത്. ഒരു കഷ്ടമാണെന്ന് ആലോചിച്ച് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണല്ലോ ഒരു ഡോളറിന് 45,000 റിയാല് കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ എങ്ങനെയാണ്? അവിടുത്തെ സ്ത്രീകൾ ഇപ്പം മാഷ ഈ ഗമനയുടെ ചിത്രമുള്ള കടലാസില്ലേ, അത് കത്തിച്ചിട്ട് അതിൽ നിന്ന് സിഗരറ്റ് വലിക്കുക, ഇങ്ങനെ ധാരാളം ചിത്രങ്ങൾ ഇപ്പോ വ്യാപകമായി പോസ്റ്റ് ചെയ്യുന്നു. അത് വരും സാർ. ഈ എക്സ്ട്രീമായിട്ടുള്ള മനുഷ്യന്റെ വികാരത്തെ ജ്വലിപ്പിച്ചിട്ട് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് ഉണ്ടാക്കിയതാണ് അവിടുത്തെ കലാപം. ആ കലാപത്തിന്റെ യഥാർത്ഥ റിസൾട്ടാണ് ഇപ്പൊ ഇനി കാണാൻ പോകുന്നത്. അവിടെ എത്ര പേരാണ് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആത്മാഹുതി ചെയ്ത കുട്ടികളുടെ, മരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ കഥ എത്ര എണ്ണം. ഇറാൻ ജയിലിൽ നിന്ന് എഴുതിയ പുസ്തകങ്ങൾ പുറം രാജ്യത്ത് നിന്ന് പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇറാനിൽ ആസന്നമായിരിക്കുന്നു ഒരു ഭരണകൂട വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു റെജീം ചേഞ്ച് ഉൾപ്പെടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുന്നു എന്നും അതിൻ്റെ അടുത്ത അനന്തര സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൽ ആദ്യം ഊന്നി പറയേണ്ടത്, ആരധികാരത്തിൽ വന്നാലും, റിഷ പഹ്ലവി വന്നാലും ഒരു ഗുണമുണ്ട്. അത് റിസ പഹ്ലവി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം, അവരുടെ ഒരു പാരമ്പര്യവും സംസ്കാരവും ഉണ്ട്. ഇറാൻ്റെ പഴയ പാരമ്പര്യമുണ്ട്. വേറൊന്ന്, ഇറാൻ എന്നും അടിച്ചമർത്തിയതാണ് കുർദുകളെ. അവർക്ക് സ്വയംഭരണം കൊടുക്കാനുള്ള നീക്കം. സർവോപരി അവിടെ ലിംഗനീതി ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യം. വേറൊന്ന്, ജനാധിപത്യം, മതേതരത്വം എന്ന 2 വാക്ക് അത് മുൻകൈ എടുത്തുകൊണ്ട് ആരധികാരത്തിൽ വന്നാലും, അതിപ്പോൾ ഇറാനെ പോലെ ഒരു രാജ്യത്ത് അമേരിക്ക ചെയ്യുന്നത് ശരിയാണോ, അമേരിക്കക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം. എന്റെ ഭാഷ ഗമനയിൽ പോയിട്ട് ഏത് പിശാച് വന്നാലും നല്ലതല്ലേ? തീർച്ചയായിട്ടും, യാതൊരു തർക്കവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാന്റെ ഒരു അവസ്ഥ അതാണ്. ഇറാനിൽ ഇപ്പൊ 45 കൊല്ലമായി വിപ്ലവം നടന്ന, 79-ലല്ലേ? അപ്പൊ ഇപ്പോഴെങ്കിലും ആളുകൾ സഹിക്കുന്നതിനൊരു അതിരില്ലേ സാർ? ഇത് പൊട്ടിത്തെറിക്കുന്നതിന് ഒറ്റപ്പെട്ട പോരാട്ടങ്ങളും ആത്മാഹുതികളും പ്രാണഹത്യകളും എത്ര കാലം നടക്കും? അപ്പോൾ ഇതിന് ഒരു അന്ത്യം വന്നേ പറ്റുള്ളൂ. അത് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ പിന്നെ വിലയിരുത്താം. ഇറാനിൽ റെജീം ചേഞ്ച് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ലോകത്തിൽ ഇപ്പോൾ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്ന ആർക്കും യാതൊരു തർക്കവുമില്ല. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.